ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് സുസ്വാഗതം. ഇന്ന് ഏപ്രിൽ 21 ചൊവ്വാഴ്ചയാണ്. മലയാള മാസം മേടം 8-ാം തീയതിയാണ്. നിരവധി വാർത്തകൾ വരുന്ന ദിവസം കൂടിയാണ്. ഇന്ന് തമിഴ്നാട്ടിൽ കലാശക്കൊട്ടാണ്. ഒപ്പം കേരളത്തിൽ കനത്ത ചൂടാണ്. അപ്പോൾ ഇത് അടക്കമുള്ള വിവിധ വാർത്തകളുണ്ട്. വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ചൂടുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുകയാണ്. പാലക്കാട് താപനില 40 ഡിഗ്രി സെൽഷ്യസിലെത്തി. പുനലൂരിൽ 39.6 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില. 6 ജില്ലകളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കൂടിയുണ്ട്. എസ് വിനേഷ് കുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. വിനേഷ്, കൊടും ചൂടിന് ഒരു ശമനവുമില്ല എന്നതാണ് നിലവിലെ സ്ഥിതി സംസ്ഥാനത്ത്. ഇപ്പോൾ പാലക്കാടിന് പിന്നാലെ പുനലൂരിലും 40 ഡിഗ്രിയിലേക്ക് എത്താൻ പോകുന്നു എന്ന കണക്കുകൾ കൂടി വരുമ്പോൾ ജനജീവിതം അത്രമേൽ ദുസ്സഹമാകുന്ന സാഹചര്യമാണ്. വേനൽ മഴയുണ്ടെങ്കിൽ മാത്രമേ ഒരു ചെറിയ ആശ്വാസമെങ്കിലും ലഭിക്കൂ എന്നാണ് ജനങ്ങൾ പൊതുവിൽ പറയുന്നത്. എന്താണ് നിലവിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ? വിനേഷ് കുമാർ. പ്രജിൻ ക്രിസ്റ്റീന, നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാം വളരെ ജനജീവിതം ദുസ്സഹമാണ്. രാത്രിയിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ വേനൽ മഴ ഉണ്ടാവേണ്ടതുണ്ട്. അടുത്ത ദിവസങ്ങളിൽ മഴ ഉണ്ടാവും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എറണാകുളം ജില്ലയിൽ ചില സ്ഥലങ്ങളിൽ, കോതമംഗലം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇന്നലെ ശക്തമായ മഴയുണ്ടായിരുന്നു. പക്ഷേ അത് മറ്റ് ജില്ലകളിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ്. 22 വരെ, അതായത് നാളെ വൈകുന്നേരം വരെ മഴ ഉണ്ടാവാൻ സാധ്യത എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. കാലാവസ്ഥാ ഗവേഷണ വകുപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഇന്നും നാളെയുമായി വൈകുന്നേരങ്ങൾ ഉച്ചയ്ക്ക് ശേഷം മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൽ തിരുവനന്തപുരം, അതുപോലെ തന്നെ എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, അതുപോലെ തന്നെ പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ വേനൽമഴ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു നേരിയ ആശ്വാസത്തിൻ്റെ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ വൈദ്യുതി ഉപഭോഗം കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കുറച്ച് ഇന്നലെ കുറഞ്ഞിട്ടുണ്ട്. കാരണം 6000 മെഗാവാട്ടിന് മുകളിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ വരെ. പക്ഷേ ഇന്നലത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത് 5000 ചില്ലറമായി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ പ്രശ്നങ്ങളില്ല എന്ന് തന്നെയാണ് വൈദ്യുതി മന്ത്രി പറയുന്നതെങ്കിലും ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ, വേനൽ മഴയൊന്നും ലഭിക്കാതെ ഇങ്ങനെ തുടരുന്നൊരവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ ലോഡ് ഷെഡിംഗ് ഉൾപ്പെടെ അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങിലേക്ക് പോകേണ്ടി വരും എന്ന് തന്നെയാണ് പറയുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇടവിട്ട് വൈദ്യുതി നിലയ്ക്കുന്നൊരവസ്ഥ രാത്രികൾ പ്രധാനമായും ഉണ്ട്. ഇത് ലോഡ് ഷെഡിംഗ് അല്ല എന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്. കാരണം ഈ ട്രാൻസ്ഫോമറുകൾക്ക് ഇത് താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നും പറയുന്നുണ്ട്. എന്തായാലും ചൂട് കൂടിയിട്ടുണ്ട്. പാലക്കാട് തന്നെയാണ് 40 ഡിഗ്രിക്ക് മുകളിലാണ് പാലക്കാട്. രണ്ടാമത് ഉള്ളത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ പുനലൂരിൽ 39.6 ഡിഗ്രിയാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. മറ്റുള്ള ജില്ലകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 36 ഡിഗ്രിയാണ് നിലവിൽ തിരുവനന്തപുരത്തുള്ളത്. മറ്റുള്ള എറണാകുളം പോലുള്ള ജില്ലകളിൽ 37 ഇതിൽ വയനാട്, ഇടുക്കി ജില്ലകളിൽ മാത്രമാണ് നേരിയ ആശ്വാസമുള്ളത്. ഇവിടെ വലിയ തോതിൽ ഒരു കത്തുന്ന ചൂടില്ല എന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിലും ചൂട് കൂടാൻ തന്നെയാണ് സാധ്യത. ഇടവിട്ട് വേനൽമഴ ലഭിച്ചില്ലെങ്കിൽ ജനജീവിതം കൂടുതൽ ദുസ്സഹമാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രജിൻ ക്രിസ്റ്റീന. ശരി, എസ് വിനേഷ് കുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. കാലാവസ്ഥാ വിവരങ്ങളാണ് പങ്കുവച്ചത്. ഒപ്പം തന്നെ ജനങ്ങൾ പാലിക്കേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങളും വിനേഷ് കുമാർ പറയുകയായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട അന്തർദേശീയ വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. ഇറാനുമായുള്ള വെടിനിർത്തൽ ധാരണ നാളെ അവസാനിക്കാനിരിക്കെ കരാർ നീട്ടാൻ സാധ്യതയില്ലെന്ന് വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി ഒരു അന്തിമ കരാറിലെത്തുന്നതുവരെ ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം തുടരും എന്നാണ് നിലപാട്. യുദ്ധം അവസാനിപ്പിക്കാൻ തനിക്ക് യാതൊരു ധൃതിയുമില്ലെന്നും കൂടുതൽ ചർച്ചകൾ വൈകാതെ തന്നെ പാകിസ്ഥാനിൽ നടക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ട്രംപ് പറഞ്ഞു. US ഇറാൻ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുമായി ചർച്ചകൾ നടത്തി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. വിവരങ്ങളുമായി അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു, വെരി ഗുഡ് മോർണിംഗ്. ഒരു വശത്ത് എനിക്ക് യുദ്ധം നിർത്താൻ യാതൊരു ധൃതിയുമില്ല, യുദ്ധം നിന്നാലും ഇല്ലെങ്കിലും അമേരിക്ക വിജയം കാണും എന്ന് ട്രംപ് പറയുന്നു. മറുവശത്ത് ഇറാൻ ഇപ്പോൾ ചർച്ചകൾക്കില്ലെന്ന നിലപാടിലാണോ? ഒപ്പം തന്നെ ഔദ്യോഗികമായ ചർച്ചകൾ നടക്കുന്നുണ്ടോ എന്ന സൂചനകളുമുണ്ട്. എന്തായാലും വെടിനിർത്തൽ തീരാൻ കുറച്ച് സമയം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. കഴിഞ്ഞ 2 ആഴ്ചയായി ഒരു സമാധാനമാണ് പശ്ചിമേഷ്യയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് അത് ഇനി നീട്ടാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഗുഡ് മോർണിംഗ് പ്രജിൻ കൃഷ്ണ. വെടിനിർത്തൽ മുന്നോട്ട് കൊണ്ടുപോകില്ലെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഈ പാകിസ്ഥാനിൽ നടക്കാനിരിക്കുന്ന അമേരിക്കയുമായിട്ടുള്ള സമാധാന ചർച്ചകളിൽ
പങ്കെടുക്കുന്നതിനെക്കുറിച്ച് ഇറാൻ വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നുണ്ടെന്ന് ചില ഇറാൻ കേന്ദ്രങ്ങൾ തന്നെ പറഞ്ഞതായിട്ട് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2 ആഴ്ചത്തെ വെടിനിർത്തൽ നേരത്തെ കൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ അവസാനിക്കുവാൻ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ സമാധാന ശ്രമങ്ങളിലേക്ക് തിരികെ വരാൻ ഇറാന്റെ മുന്നിലെ ഏറ്റവും വലിയ തടസ്സം നമുക്കറിയാം ഈ ഹോർമൂസ് കടലിടുക്കിലെ അമേരിക്കയുടെ നാവിക ഉപരോധമാണ്. ഇത് നീക്കാൻ പാകിസ്ഥാൻ നടത്തുന്ന ഇടപെടലുകളാണ് ഇപ്പോൾ ഏറെ നിർണായകമാകുന്നത്. എന്നാൽ ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗികമായി ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് ഇറാൻ പറയുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള തുടർച്ചയായ വെടിനിർത്തൽ ലംഘനങ്ങൾ ഈ ഡിപ്ലോമസി പ്രക്രിയയ്ക്ക് വലിയ തടസ്സമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി കുറ്റപ്പെടുത്തുന്നുണ്ട്. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാറുമായിട്ട് ഇന്ന് അദ്ദേഹം ദീർഘനേരം ടെലിഫോണിൽ സംസാരിച്ചപ്പോഴാണ് ഈ എല്ലാ വശങ്ങളുമൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ തുടർ ചർച്ചകൾക്കും തുടർ നടപടികളും ആലോചിക്കൂ എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കയുടെ ഈ ഭീഷണികൾക്ക് വഴങ്ങി യാതൊരുവിധ ചർച്ചകൾക്കും ഇറാൻ തയ്യാറല്ലെന്ന് ഈ ചർച്ചകൾ നയിക്കുന്ന ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ ഖലിബാഫും പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് അമേരിക്ക ലക്ഷ്യമിടുന്നത് ഒരു ടേബിൾ ഓഫ് സറണ്ടർ അല്ലെങ്കിൽ ഒരു ചർച്ചയിലേക്ക് വന്ന് അവിടെ കീഴടങ്ങുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് നടക്കാൻ പോകുന്നില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം US വൈസ് പ്രസിഡന്റ് JD വാൻസ് പാകിസ്ഥാനിലേക്ക് തിരിച്ചു എന്നുള്ള ചില റിപ്പോർട്ടുകൾ പകൽ മുഴുവൻ ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം വാഷിംഗ്ടണിൽ തന്നെ തുടരുകയാണെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ ഇത് വൈറ്റ് ഹൗസ് ഉൾപ്പെടെ ഇത് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് ഓർക്കണം. അദ്ദേഹം പാകിസ്ഥാനിലേക്ക് നാളെ പോകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതേസമയം നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ യുദ്ധം അവസാനിപ്പിക്കുവാൻ തനിക്ക് യാതൊരു ധൃതിയും ഇല്ലെന്നും എന്നാൽ ഇറാനുമായിട്ടുള്ള കൂടുതൽ ചർച്ചകൾ വൈകാതെ തന്നെ പാകിസ്ഥാനിൽ നടക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് പകൽ വ്യക്തമാക്കിയത്. വെടിനിർത്തൽ കരാർ നീട്ടുവാനുള്ള ഒരു സാധ്യതയും ഇല്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനുമായിട്ട് ഒരു അന്തിമ കരാറിൽ എത്തുന്നിടം വരെ ഇപ്പോഴത്തെ ഈ നാവിക ഉപരോധം തുടരുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇറാന് മേൽ ഈ നാവിക ഉപരോധം തുടരുകയാണ്. ഇന്നലെ 27 കപ്പലുകൾ തിരികെ ഇറാനിയൻ തുറമുഖങ്ങളിലേക്ക് തന്നെ തിരിച്ചയച്ചതായിട്ടാണ് അമേരിക്കൻ സൈന്യത്തിന്റെ അവകാശം. ഈ നിലപാടിലെ ഈ വ്യക്തത അല്ലെങ്കിൽ ഈ വൈരുദ്ധ്യമാണ് ഒരുപക്ഷെ ലോകരാജ്യങ്ങളൊക്കെ അമ്പരിപ്പിക്കുന്നത്. ട്രംപ് ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുൻപ് പറഞ്ഞ കാര്യം ഇതിലൊരു സമാധാന ശ്രമം വേണം എന്ന ആവശ്യങ്ങൾ നിരന്തരമായി ഉന്നയിക്കുന്ന ട്രംപിനെ കണ്ടു. പിന്നീട് ഈ പറയുന്നത് പോലെ ഒരു സമാധാന കരാറിന് ശ്രമം നടക്കുന്നു, അത് വരുന്നു. അതിനിടയിലും ചില ആക്രമണങ്ങളൊക്കെ നടക്കുന്നു. അതിന് പിന്നാലെ നാവിക ഉപരോധം ഏർപ്പെടുത്തുന്നു. ഇപ്പോൾ പറയുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ ധൃതിയില്ല എന്ന് പറയുന്നു. അങ്ങനെ നിലപാടിലെ ഈ മാറ്റങ്ങൾ, അത് പെട്ടെന്ന് ഉണ്ടാകുന്ന മാറ്റങ്ങളെയൊക്കെ തന്നെ ഏത് രീതിയിലാണ് മറ്റ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത് മധു? അന്താരാഷ്ട്ര സമ്മർദ്ദം വലിയ തോതിൽ പ്രചനുണ്ട്. ഇന്ന് റഷ്യയുടെ ഭരണകൂടവുമായിട്ടും ഇറാൻ ദീർഘനേരം ചർച്ച നടത്തി. അതുപോലെ ചൈനയുടെ ഇടപെടലുകൾ അമേരിക്കയുടെ ഭാഗത്തും അതുപോലെ ഇറാന്റെ ഭാഗത്തും വലിയ തോതിലുണ്ട്. കാര്യം ഈ ഹോർമൂസ് കടലിടുക്കിൽ കൂടെ ഏതാണ്ട് വലിയ തോതിൽ എണ്ണയും അതുപോലെ വാതകവും എത്തുന്നത് ചൈനയിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ചൈനയുടെ തന്നെ ഒരു സപ്ലൈ ചെയിനെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും വലിയൊരു വിഷയമായി വന്നിരിക്കുന്നത് ഇറാനിലെ തന്നെ മിതവാദികളും തീവ്ര നിലപാടെടുക്കുന്ന IRGCയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയാണ്. മിതവാദികളുമായിട്ടുള്ള ഈ നയതന്ത്ര ചർച്ചകളായിരുന്നു മാർക്കോ റൂബിയോയും നേരത്തെ സൂചിപ്പിച്ചത്. ആ ചർച്ചകളിൽ ഒരു ധാരണയായതിനു ശേഷം തീവ്രപക്ഷം അത് തിരുത്തുന്ന ഒരു നിലപാടിലേക്ക് വരികയാണ്. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾ പലപ്പോഴും പരസ്പര വിരുദ്ധമായിട്ട് ഈ മിതവാദികളുമായിട്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് തീവ്രപക്ഷം ആ തീരുമാനം മാറ്റുന്നതോടുകൂടി അത്തരം ഒരു വൈരുദ്ധ്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രജിൻ, ശരി. മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. പശ്ചിമേഷ്യൻ യുദ്ധം സമാധാന കരാർ നാളെ അവസാനിക്കാനിരിക്കുകയാണ്. പുതിയ ഡെവലപ്മെന്റ്സ് ഒക്കെ വരുന്നത്. ആ സമയത്ത് നിലപാട് വ്യക്തമാക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ തനിക്ക് ധൃതിയില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വന്നിരിക്കുന്നത്. അത് എന്തിൻ്റെ സൂചനയാണ് എന്നതിലാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും ഒപ്പം തന്നെ ലോക സമാധാനം കാംക്ഷിക്കുന്നവരൊക്കെ ഉറ്റുനോക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്കാണ്. കോഴിക്കോട് പേരാമ്പ്ര മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രം സൂക്ഷിച്ച് സ്ട്രോങ് റൂം തുറന്നുവന്ന UDF പരാതിയിൽ വിശദീകരണവുമായി ജില്ലാ കളക്ടർ. JDT ഇസ്ലാം കൺവെൻഷൻ സെന്ററിലെ സീൽ ചെയ്യാത്ത മുറിയാണ് തുറന്നതെന്നും മെറ്റീരിയൽ റൂം തുറന്നത് ഏജന്റുമാരുടെ സാന്നിധ്യത്തിലാണെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. സ്ട്രോങ് റൂം അനധികൃതമായി തുറന്നു എന്നാരോപിച്ച് കോൺഗ്രസ് ആണ് ആദ്യം രംഗത്തെത്തിയത്. പിന്നാലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രത്തൻ യു ഖേൽക്കർക്ക് UDF പരാതി നൽകിയിരുന്നു. ദിലീഷ തിലകൻ കോഴിക്കോട് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ദിലീഷ, വെരി ഗുഡ് മോർണിംഗ്. നിലവിൽ പേരാമ്പ്രയിലെ ഈ പുതിയ വിവാദം, പേരാമ്പ്ര മണ്ഡലത്തിലെ സ്ട്രോങ് റൂം തുറന്നു എന്ന ആരോപണമാണ് UDFന്റെ ഭാഗത്തുണ്ടാകുന്നത്. അതുമായി ബന്ധപ്പെട്ട നിലപാടിൽ ഇവർ ഉറച്ചു നിൽക്കുന്നു, പരാതിയുമായി മുന്നോട്ട് പോകുന്നു. അതേസമയം ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നു അത് അങ്ങനെയൊന്നുമല്ല, അത് സ്ട്രോങ് റൂം അല്ല തുറന്നത് എന്ന് പറയുന്നു, മെറ്റീരിയൽ റൂമാണ് തുറന്നതെന്ന് പറയുന്നു. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായത്? അതിൽ ഇപ്പോൾ തുടർ നീക്കങ്ങൾ എന്തായിരിക്കും?
പ്രജിൻ, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഈ പേരാമ്പ്രയിലെ അനൗൺസ്മെന്റ് വിവാദത്തിന് ശേഷം ഇപ്പോൾ പുതിയൊരു വിവാദം കൂടി ഉണ്ടായിരിക്കുകയാണ്. അതായത് ഇന്നലെയാണ് ആ സ്ട്രോങ് റൂം തുറന്നു എന്ന ആരോപണവുമായിട്ട് കോൺഗ്രസ് രംഗത്തെത്തുന്നത്. പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ ഉണ്ടാകുന്നു. ഇതിന് പിന്നാലെയാണ് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് രംഗത്ത് വരുന്നത്. അതായത് സ്ട്രോങ് റൂം തുറന്നിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം നൽകുന്ന വിശദീകരണം. JDT ഇസ്ലാം കൺവെൻഷൻ സെന്ററിലെ സീൽ ചെയ്യാത്ത മുറിയാണ് തുറന്നതെന്നും അതുപോലെ തന്നെ മെറ്റീരിയൽ റൂം തുറന്നത് അത് ഏജന്റുമാരുടെ സാന്നിധ്യത്തിലാണ് എന്നും ഈ EVM പോസ്റ്റൽ ബാലറ്റുകൾ സൂക്ഷിച്ച സ്ട്രോങ് റൂം തുറന്നിട്ടില്ല എന്നുമാണ് കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ ഒരു സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് UDF. അതുകൊണ്ട് തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഈ സ്ട്രോങ് റൂമിന് സമീപത്തെ റൂം തുറന്നതിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറി സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അവർ ആരോപിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര സേനയ്ക്ക് മാത്രം പ്രവേശനമുള്ള സ്ഥലത്ത് നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് സേന കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിലവിൽ അവിടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരെ മാറ്റണം എന്ന ഒരു പരാതിയാണ് നൽകിയിരിക്കുന്നത്. ആ തീരുമാനത്തിൽ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. പൂർണ്ണമായിട്ടും ഉദ്യോഗസ്ഥർക്കെതിരെ അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും UDF ആവശ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല സുരക്ഷ പൂർണ്ണമായിട്ടും BSFനെ ഏൽപ്പിക്കണമെന്നുമാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, ദിലീഷ തിലകനാണ് കോഴിക്കോട് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. പോസ്റ്റൽ ബാലറ്റ് ലഭ്യമായില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ അടക്കം നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. പലതവണ ആവശ്യപ്പെട്ടിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോസ്റ്റൽ ബാലറ്റ് നൽകിയില്ലെന്നാണ് ഹർജിയിലെ ആരോപണം. വിഷയത്തിൽ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി നിലപാട് തേടിയിരുന്നു. വിവരങ്ങളുമായി വിപിൻ സി വിജയനാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. വിപിൻ, വെരി ഗുഡ് മോർണിംഗ്. ഈ പോസ്റ്റൽ ബാലറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സർക്കാർ ജീവനക്കാരുടെ സംഘടനകളുടെ ഈ ഹർജി, അവരുടെ പരാതി, ആക്ഷേപം, അതിൽ എത്രമാത്രം വസ്തുതയുണ്ട്? എന്താണ് അത്തരത്തിൽ ഈ പോസ്റ്റൽ ബാലറ്റ് ലഭ്യമാക്കാതിരിക്കുന്നതിനുള്ള കാരണമായി നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഗുഡ് മോർണിംഗ് പ്രജിൻ, ക്രിസ്റ്റീന. ഈ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഹർജിയാണ് ഇന്നിപ്പോൾ ഹൈക്കോടതി പരിഗണിക്കുന്നത്. കാരണം ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ വോട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രധാനമായിട്ടും ഈ പരാതി. അതായത് കുറ്റ്യാടി സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് സിനാൻ ഉൾപ്പെടെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കാരണം അവർക്ക് വോട്ട് ചെയ്യാൻ അവരുടേതല്ലാത്ത കാരണത്താൽ സാധിച്ചില്ല. അതായത് പോസ്റ്റൽ ബാലറ്റുകൾ കൃത്യസമയത്ത് അവർക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ്. ഈ ഉദ്യോഗസ്ഥർ പോളിംഗ് സാമഗ്രികൾ അതിന്റെ വിതരണവും സ്വാഭാവികമായിട്ടും വോട്ടെടുപ്പിന്റെ കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതിന്റെ തലേ ദിവസം 8-ാം തീയതി ഫെസിലിറ്റേഷൻ സെന്ററിൽ വോട്ട് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടും അവിടെ പോസ്റ്റൽ ബാലറ്റുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇതൊരു വ്യാപക പരാതിയായിട്ട് പിന്നീട് ഉയരുകയായിരുന്നു. അന്ന് തന്നെ ഇത് ഹൈക്കോടതി പരിഗണിച്ചു. ഹൈക്കോടതി പരിഗണിച്ച ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് അന്ന് വൈകുന്നേരം, അതായത് ഏപ്രിൽ 8-ാം തീയതി വൈകുന്നേരത്തിനുള്ളിൽ തന്നെ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ടാവും, പോസ്റ്റൽ ബാലറ്റ് എല്ലാവർക്കും തന്നെ എത്തിക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ അത് ഉണ്ടായില്ല, അത് ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനമായും ഈ പരാതി. അങ്ങനെ അത് 21-ാം തീയതി പരിഗണിക്കുമെന്നുള്ളത് ഗവൺമെന്റ് അറിയുകയായിരുന്നു. ഹൈക്കോടതി ഇക്കാര്യം അറിയിക്കുകയായിരുന്നു. ഇങ്ങനെ ഹൈക്കോടതി ഇത് പരിഗണിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ട് പോസ്റ്റൽ ബാലറ്റുകൾ എത്തിച്ചില്ല എന്നുള്ളതിൽ ഒരു വിശദീകരണം ഹൈക്കോടതി ചോദിച്ചിരുന്നു. അതിൽ ഇന്ന് ഒരു മറുപടി നൽകുകയും ചെയ്യും. ഇത് എല്ലാ ജില്ലകളിൽ നിന്നും ഇപ്പോൾ എറണാകുളത്ത് നിന്നൊക്കെ ഏകദേശം ഒരു 83 പരാതികളോളം ലഭിച്ചിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല അവരുടേതല്ലാത്തൊരു കാരണത്താൽ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ എന്ത് നിർണായക തീരുമാനമായിരിക്കും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക? തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബോധപൂർവമായ ഒരു വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് ഈ പരാതിയിൽ, ഹർജിയിൽ പ്രധാനമായും പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വിധി ഇതിൽ എന്തെങ്കിലും ഏത് രീതിയിലായിരിക്കും ഹൈക്കോടതിയുടെ ഇടപെടൽ എന്നുള്ളതും വളരെ പ്രധാനമാണ്. പ്രജിത്, ശരി. വിപിൻ സി വിജയനാണ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ചേർന്നത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബം ഇന്ന് വീണ്ടും പോലീസിന് മൊഴി നൽകും. പ്രത്യേക അന്വേഷണ സംഘ തലവനായ കണ്ണൂർ ACP ഹരിപ്രസാദിന് മുന്നിലാകും മൊഴി നൽകുക. പിന്നാലെ നിതിൻ പഠിച്ച അഞ്ചരക്കണ്ടി കോളേജിലും കുടുംബം അച്ഛൻ്റെ സഹോദരിയും സഹോദരി ഭർത്താവും ഉൾപ്പെടെയുള്ളവരാണ് കോളേജിലെത്തുക. നിതിൻ രാജ് വീണു മരിച്ച മെഡിക്കൽ കോളേജിനകത്തെ സ്ഥലവും ദന്തൽ കോളേജും മാനേജ്മെന്റ് പ്രതിനിധികളെയും സന്ദർശിക്കും. അതേസമയം ആരോപണ വിധേയനായ ഡോക്ടർ MK റാമും ഡോക്ടർ സംഗീത നമ്പ്യാരും സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ നാളെ തലശ്ശേരി സെഷൻസ് കോടതി പരിഗണിക്കും. ഇരുവരും കേസെടുത്ത ശേഷം മുതൽ ഒളിവിലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ശബരിമല യുവതീ പ്രവേശന കേസിൽ സുപ്രീം കോടതിയിൽ ഇന്ന് വീണ്ടും വാദം നടക്കും. ശബരിമല മുൻ തന്ത്രി കണ്ഠരര് രാജീവര് ഇന്നും വാദമുന്നയിക്കും. ശബരിമല യുവതീ പ്രവേശനത്തിനെതിരായ പുനഃപരിശോധനാ ഹർജികളെ പിന്തുണച്ച് ഇന്ന് മുതിർന്ന അഭിഭാഷകനായ ഗോപാൽ സുബ്രഹ്മണ്യവും മുകുൾ റോത്തഗിയും വാദം നടത്തും.
സമയം ലഭിച്ചാൽ സംസ്ഥാന സർക്കാരിന്റെ വാദവും ഇന്നുണ്ടായേക്കും. അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അർജുൻ, വെരി ഗുഡ് മോർണിംഗ്. ഭരണഘടനാപരമായ ഏറെ സങ്കീർണതകളുള്ള ഒരു കേസാണ്. അതുകൊണ്ട് ഇന്ന് ഏതൊക്കെ തരത്തിലുള്ള വാദമാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം ഇന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ക്രിസ്റ്റീന, പ്രജിൻ, ഈ സുപ്രീം കോടതി പുനഃപരിശോധനാ ഹർജികളിൽ വാദം കേൾക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും നടത്തി വന്നിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു കണ്ഠരർ രാജീവർ അദ്ദേഹത്തിന്റെ വാദം ഉന്നയിച്ചത്. അപ്പോൾ ഓരോ ക്ഷേത്രത്തിനും അതിന്റേതായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ ഉണ്ട്. അതുമാത്രമല്ല, ശബരിമലയിൽ ആചാരം അനിവാര്യമായിട്ടുള്ള ഒന്നാണോ എന്ന് കോടതിക്ക് പരിശോധിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമൊക്കെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം, അതായത് വെള്ളിയാഴ്ച വാദം ഉന്നയിച്ച സമയത്ത് പറഞ്ഞിരുന്നത്. ഇന്നും അദ്ദേഹത്തിന്റെ വാദം തന്നെയായിരിക്കും കോടതിയിൽ തുടരാൻ പോകുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും ഈ ശബരിമലയിൽ പുനഃപരിശോധന വേണം, ഈ ഹർജികളിൽ പുനഃപരിശോധന വേണമെന്നുള്ള കാര്യം തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്ന സമയത്ത് സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തി പോകുമ്പോൾ തന്നെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ഈ ഭരണഘടനാ ബെഞ്ച് പറയുന്നുണ്ട്, ഈ വിലക്ക് മാറ്റണമെന്നുള്ള കാര്യം, യുവതികൾക്ക് പ്രവേശിക്കാനുള്ള വിലക്ക് മാറ്റണമെന്നുള്ള കാര്യവുമായി വന്നിട്ടില്ല. ഹർജിയിൽ വന്നിരിക്കുന്നതിൽ തന്നെ വിശ്വാസികളായിട്ടുള്ള ആളുകളല്ല, അത്തരത്തിൽ വിലക്ക് പിന്തുടരുന്ന വിശ്വാസികളായിട്ടുള്ള സ്ത്രീകളുണ്ട്. അവരുടെ കൂടി ഭാഗം കേൾക്കാതെ എങ്ങനെയാണ് ഈ പറയുന്ന വിലക്ക് തെറ്റാണ് എന്ന് പറയുക എന്ന സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണം കോടതി നടത്തിയത്. എന്തായാലും ഇന്നും പ്രധാനമായിട്ടുള്ള നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. സംസ്ഥാന സർക്കാർ സമയമുണ്ടെങ്കിൽ വാദിക്കുമെന്നുള്ള കാര്യമാണ്. അതും ഉറപ്പായിട്ടില്ല ഈ ഒരു ഘട്ടത്തിൽ നടത്താനായിട്ട് സാധിക്കും. എന്തായാലും ഇന്ന് മുൻ തന്ത്രി കണ്ഠരർ രാജയുടെ വാദമാണ് തുടക്കഘട്ടത്തിൽ, ആദ്യഘട്ടത്തിൽ ആരംഭിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ പുനഃപരിശോധനാ ഹർജികളെ പിന്തുണച്ചുകൊണ്ട് മുതിർന്ന അഭിഭാഷകരായിട്ടുള്ള ഗോപാൽ സുബ്രഹ്മണ്യവും മുകുൾ റൌത്തയും വാദം നടത്തും. ശരി, അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്നൊരു വാർത്ത, അത് അങ്ങ് അതിരപ്പള്ളിയിൽ നിന്നാണ്. അതിരപ്പള്ളിയിൽ കാട്ടാന അവിടെ ഒരു ഹോട്ടലിനെ ആക്രമിച്ചിട്ടുണ്ട്, ഹോട്ടലിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. പിള്ളപ്പാറ എക്സൈസ് ചെക്ക് പോസ്റ്റിന് സമീപം കാളിയാടൻ ജോൺസന്റെ ഹോട്ടലാണ് കാട്ടാന ആക്രമിച്ച് തകർത്തതെന്നാണ് അറിയുന്നത്. ഹോട്ടലിന് മുൻവാതിലൊക്കെ ആന തകർത്തിട്ടുണ്ട്. അതിനുശേഷം ഹോട്ടലിനകത്ത് കയറി എന്ന വാർത്തയൊക്കെയാണ് ഇപ്പോൾ അവിടെ നിന്നും വരുന്നത്. ഹോട്ടലിനോട് ചേർന്ന് തന്നെയാണ് ഈ ജോൺസണും കുടുംബവും താമസിക്കുന്നത്. ശബ്ദം കേട്ട് ജോൺസന്റെ ഭാര്യയും മക്കളൊക്കെ വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് ഹോട്ടലിനകത്ത് ഈ കാട്ടാന വന്നിരിക്കുന്നതായി കണ്ടെത്തിയത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാകും. മറ്റൊരു വാർത്തയിലേക്കാണ്. തമിഴ്നാട് വിരുദുനഗറിലെ പടക്ക നിർമ്മാണശാലയിലെ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. 14 പേരുടെ മൃതദേഹങ്ങൾ ഇന്നലെ രാത്രിയോടെ ബന്ധുക്കൾ ഏറ്റുവാങ്ങി. ബാക്കിയുള്ള 8 പേരുടെ മൃതദേഹം വിരുദുനഗർ മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ച ധനസഹായം ബന്ധുക്കൾ അംഗീകരിച്ചാൽ ബാക്കിയുള്ളവരുടെ സംസ്കാരവും ഇന്ന് നടക്കും. അതേസമയം വനജ ഫയർവർക്സിന്റെ ഉടമകളായ ഈശ്വരിക്കും ഭർത്താവ് മുത്തുമാണിക്യത്തിനുമായുള്ള പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. 4 സംഘങ്ങളായി തിരിഞ്ഞുള്ള പരിശോധന തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിലാണ് പുരോഗമിക്കുന്നത്. ആലപ്പുഴ ചെങ്ങന്നൂരിൽ വയോധികന്റെ മരണത്തിൽ ദുരൂഹത ആരോപിക്കപ്പെട്ടതോടെ മൃതദേഹം പുറത്തെടുത്തുള്ള പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. പുലിയൂർ സ്വദേശി യേശുദാസിന്റെ മൃതദേഹമാണ് പള്ളിയിലെ കല്ലറ പൊളിച്ച് പുറത്തെടുക്കുന്നത്. യേശുദാസിനെ മാർച്ച് 20-ന് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പ്രായാധിക്യത്താലുള്ള മരണമാണെന്നും പോസ്റ്റ്മോർട്ടം ആവശ്യമില്ലെന്നും സഹോദരൻ ഗബ്രിയേൽ നിലപാടെടുത്തിരുന്നു. ഇതോടെ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കി മൃതദേഹം മറവ് ചെയ്യുകയായിരുന്നു. വിദേശത്തായിരുന്ന മരുമകൾ നാട്ടിലെത്തി സ്വത്ത് വിവരങ്ങളും ബാങ്ക് രേഖകളും പരിശോധിച്ചപ്പോൾ ക്രമക്കേട് ശ്രദ്ധയിൽപ്പെട്ടു. എല്ലാം ഗബ്രിയേലിന്റെ പേരിലേക്ക് മാറ്റിയതായാണ് കണ്ടെത്തിയത്. സ്വത്ത് കൈക്കലാക്കാൻ യേശുദാസിനെ അപായപ്പെടുത്തിയതാണെന്നും മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് മരുമകൾ നൽകിയ പരാതിയിലാണ് കോടതിയുടെ ഉത്തരവ്. രാവിലെ 10 മണിയോടെ മൃതദേഹം പുറത്തെടുക്കാനാണ് കോടതി നിർദ്ദേശം. ചെങ്ങന്നൂർ തഹസിൽദാരുടെ മേൽനോട്ടത്തിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നടപടികൾ പൂർത്തിയാക്കണമെന്ന് കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ തമിഴ്നാടും പശ്ചിമബംഗാളും. തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. വൈകിട്ട് 6 മണി വരെയാണ് പ്രചാരണത്തിനുള്ള സമയം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഡോർ ടു ഡോർ ക്യാമ്പയിനിലും വാഹന പ്രചാരണങ്ങളിലും സജീവമാണ്. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. മനേഷ്, ഇന്നിപ്പോൾ എല്ലാ പ്രമുഖ നേതാക്കളും റോഡ് ഷോയുമായാണ് രംഗം പിടിക്കാൻ പോകുന്നത്, കളം നിറയാൻ പോകുന്നത്. കാരണം ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. പുതിയ പാർട്ടികൾ, നേരത്തെ നിലവിലുള്ള പാർട്ടികൾ, ഇവർക്കെല്ലാം തന്നെ വളരെ നിർണായകമാണ്. ഏതൊക്കെ സീറ്റുകൾ കയ്യിൽ നിന്ന് പോകും, ഏതൊക്കെ സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിയും, ആര് അട്ടിമറി നടത്തും, ഇത്തരം ചോദ്യങ്ങളും ഒക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. എന്താണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പരിപാടികൾ? കുട്ടിക്കലാശം വലിയ രീതിയിൽ തമിഴ്നാട്ടിൽ ഉണ്ടാകാറുണ്ടോ?
പ്രജിൻ, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരളത്തിലുള്ളതുപോലെ കുട്ടിക്കലാശം വലിയ ആഘോഷമല്ല തമിഴ്നാട്ടിൽ. സാധാരണ നിലയിലുള്ള വാഹന പ്രചരണം, അത് കഴിഞ്ഞാൽ ഈ റോഡ് ഷോകൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ 6 മണിയാകുമ്പോഴേക്കും അവസാനിക്കാറാണ് പതിവ്. എന്തായാലും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇന്നിപ്പോൾ രാവിലെ 7 മണിയോടുകൂടി സോഴിങ്ങനെല്ലൂരിൽ നിന്നാണ് പ്രചാരണം ആരംഭിക്കുന്നത്. അത് ഉച്ചവരെ അദ്ദേഹം ഡോർ ടു ഡോർ ക്യാമ്പയിനാണ് നടത്തുന്നത്. സോഴിങ്ങനെല്ലൂർ, അത് കഴിഞ്ഞ് വേലച്ചേരി കഴിഞ്ഞ് സെയ്താപ്പേട്ട്, ഈ മൂന്ന് മേഖലകളിലാണ് സിഎമ്മിന്റെ ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടക്കുക. അതിനുശേഷം 3 മണി മുതൽ റോഡ് ഷോ ആണ്. അത് വില്ലിവാക്കത്ത് നിന്നും ആരംഭിച്ച് കൊളത്തൂരിൽ സമാപിക്കുന്ന രീതിയിലാണ്. കൊളത്തൂർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണ്. കൊളത്തൂരിൽ സമാപിക്കുന്ന രീതിയിലാണ് ആ ഒരു മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടി എന്തായാലും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് വിജയിലേക്ക് വരുമ്പോൾ വിജയ് ഇന്ന് സോഴിങ്ങനെല്ലൂർ, അതായത് മുഖ്യമന്ത്രി ആദ്യം എത്തുന്ന സോഴിങ്ങനെല്ലൂരിൽ നിന്നും റോഡ് ഷോ ആരംഭിക്കും. സോഴിങ്ങനെല്ലൂരിൽ 10 മുതൽ 12 മണി വരെയും 12 മുതൽ 2 മണി വരെ സെയ്താപ്പേട്ടിലുമാണ് വിജയുടെ റോഡ് ഷോ നടക്കുക. അതിനുശേഷം നന്ദനത്ത് ഒരു പൊതുയോഗത്തിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതെന്തായാലും അതുമായി ബന്ധപ്പെട്ടൊരു കൺഫർമേഷൻ വന്നിട്ടില്ല. നന്ദനം YMCA ഗ്രൗണ്ടിൽ ഒരു പൊതുയോഗം, അവിടെ 5000 പേർക്ക് പോലീസ് അനുമതി നൽകിയിട്ടുണ്ട്. പക്ഷെ TVKയുടെ ഭാഗത്തു നിന്നും എന്തായാലും അത് നടക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് നമുക്ക് ലഭിച്ചിട്ടുമില്ല. അതാണ് TVKയുടെ ഭാഗത്തു നിന്നുള്ള ഒരു, അല്ലെങ്കിൽ വിജയുടെ പര്യടനവുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. എടപ്പാടി പളനിസ്വാമി എടപ്പാടി കേന്ദ്രീകരിച്ച്, അതായത് അദ്ദേഹത്തിന്റെ മണ്ഡലം കേന്ദ്രീകരിച്ച്, പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ മണ്ഡലം കേന്ദ്രീകരിച്ചാണ് ഇന്നിപ്പോൾ പ്രചാരണം നടത്തുക, വാഹന പ്രചാരണമാണ് നടത്തുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾ ചെന്നൈയിൽ തന്നെയുണ്ട്. മറ്റാളുകളാണെങ്കിൽ അവരുടെ മണ്ഡലം കേന്ദ്രീകരിച്ചാണ് പര്യടനം നടത്തുക. പ്രജിൻ സൂചിപ്പിച്ചതുപോലെ വലിയ പല പാർട്ടികൾക്കും വളരെ നിർണായകമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും വിജയുടെ തമിഴക വെട്രിക്കഴകം എന്ന് പറയുന്ന പാർട്ടിക്ക്. കാരണം ആദ്യമായി തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നു, ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. സ്വാഭാവികമായും വിജയ്ക്കൊപ്പം ഒരുപാട് ആളുകൾ എല്ലാ ഇടങ്ങളിൽ നമ്മൾ ഇന്നലെ കൂടെ കണ്ടതാണ്. ഒരുപാട് ആളുകൾ വിജയുടെ വാഹനത്തെ അല്ലെങ്കിൽ വിജയെ കാണാനൊക്കെ എത്തുന്നുണ്ട്. അത് എത്രത്തോളം ഒരു വോട്ടായി മാറുമെന്നത് വളരെ നിർണായകമാണ് വിജയെ സംബന്ധിച്ച്. കാരണം സിനിമ ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് വന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും വിജയെ സംബന്ധിച്ച്, തമിഴക വെട്രിക്കഴകത്തിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. അണ്ണാഡിഎംകെ സഖ്യം വലിയ തോതിൽ അത് അവർ ഭരണം പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം എന്തായാലും അവരുടെ ഭാഗത്തുനിന്നുണ്ട്. അത്ര തീവ്രമായി തന്നെയാണ് അവരുടെ പ്രചാരണവും മുൻപോട്ട് പോകുന്നത്. ഡിഎംകെക്ക് ഒരു ഭരണ തുടർച്ച, അതാണ് ഡിഎംകെ, എം കെ സ്റ്റാലിൻ ഇത്ര വലിയൊരു വിശാലമായൊരു മുന്നണി രൂപീകരിച്ചുകൊണ്ടാണ് അവർ എന്തായാലും തമിഴകം പിടിക്കാൻ ഇത്തവണ ഇറങ്ങുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ മുന്നണികൾക്കും പാർട്ടികൾക്കും ഒക്കെ വളരെ നിർണായകമാണ് തമിഴ്നാട്ടിലെ ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ക്രിസ്റ്റീന. ഒപ്പം തന്നെ പറയുന്നത് പോലെ ഈ ഭാഷാ നയമൊക്കെ വീണ്ടും ചർച്ചയാകുകയാണ്. ത്രിഭാഷാ നയം വേണ്ട, ദ്വിഭാഷാ നയം മതി എന്ന, ഹിന്ദി ഞങ്ങൾക്ക് പഠിക്കേണ്ട എന്ന രീതിയിലൊക്കെയുള്ള പ്രചാരണമുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള വിഷയങ്ങൾ ഉയർത്തി തമിഴ്നാട്ടിൽ പ്രചാരണം പൂർത്തിയാവുകയാണ്. ഇന്ന് കുട്ടിക്കലാശമാണ്. ഇനി ബംഗാളിലേക്കാണ്. പശ്ചിമ ബംഗാളിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണവും ഇന്ന് അവസാനിക്കുകയാണ്. 152 മണ്ഡലങ്ങളാണ് ബംഗാളിൽ ആദ്യഘട്ടത്തിൽ വിധിയെഴുതുക. BJPയുടെ സുവേന്ദു അധികാരി മത്സരിക്കുന്ന നന്ദിഗ്രാം അടക്കം പ്രധാനപ്പെട്ട പല മണ്ഡലങ്ങളും ആദ്യഘട്ടത്തിലുണ്ട്. വിവരങ്ങളുമായി കൊൽക്കത്തയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനാണ് ചേരുന്നത്. ശ്രീനാഥ്, വെരി ഗുഡ് മോർണിംഗ്. ഏറ്റവും വലിയ കേന്ദ്രവിരുദ്ധ പ്രചാരണങ്ങൾ കണ്ട ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഒപ്പം തന്നെ BJP അവരുടേതായ പല വിഷയങ്ങളും ഉയർത്തിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അപ്പോൾ എന്താണ് ഈ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്നുള്ള വിവരം? കൃഷിന് ഏതായാലും പൊരിഞ്ഞ പ്രചാരണം കണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ആദ്യഘട്ട പ്രചാരണവുമായി ബന്ധപ്പെട്ട് അവസാനിക്കാൻ പോകുന്നത്. ഇന്നിപ്പോൾ BJP കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ പ്രചാരണം നടത്തുന്നുണ്ട്. മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന സിലിഗുരി അടക്കമുള്ള മണ്ഡലങ്ങളിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രചാരണം. മമതാ ബാനർജി അടക്കമുള്ള TMC നേതാക്കളും ഇന്നിപ്പോൾ ആ മേഖലകളിൽ പ്രചാരണത്തിന് വരുന്നുണ്ട്. വലിയ റോഡ് ഷോകളും മറ്റും ഇന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് എമ്പാടും ആ തരത്തിൽ വലിയ റോഡ് ഷോകൾ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. വലിയ നേതാക്കൾ ദേശീയ തലത്തിൽ നിന്ന് സംസ്ഥാനത്തേക്ക് എത്തി പ്രചാരണം നടത്തുന്നതാണ് BJP ക്യാമ്പിൽ പൊതുവെ കണ്ടത്. മമതാ ബാനർജി തന്നെയാണ് തൃണമൂലിന്റെ പ്രചാരണത്തെ നയിക്കുകയും ചെയ്യുന്നത്. ഏതായാലും 152 മണ്ഡലങ്ങളാണ് മറ്റന്നാൾ ജനവിധി തേടാൻ വേണ്ടി പോകുന്നത്. അതിൽ സിലിഗുരി, അതായത് നോർത്ത് ഈസ്റ്റിലേക്കുള്ള ഇന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്ന സിലിഗുരി അടക്കമുള്ള മേഖലകളുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച് മണ്ഡലങ്ങൾ വരുന്ന ഒരു മേഖലയാണ്. കൊൽക്കത്ത അടക്കമുള്ള മേഖലകൾ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ മാത്രമാണ് വരുന്നത്. 142 മണ്ഡലങ്ങൾ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് 29-ാം തീയതി നടക്കുകയും ചെയ്യും. ഏതായാലും വിവിധ വിഷയങ്ങൾ ചർച്ചയായിട്ടുണ്ട്. തുടക്കത്തിൽ SIR ആയിരുന്നു, പിന്നീട് ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റവുമായി ബന്ധപ്പെട്ട ചർച്ച. വെസ്റ്റ് ബംഗാൾ പ്രാദേശിക വികാരം ഉണർത്തിയുള്ള മമതാ ബാനർജിയുടെ പ്രചാരണം. ഏറ്റവും ഒടുവിൽ വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് പ്രധാനമന്ത്രി ഈ പ്രചാരണ കാലത്ത് ഉയർത്തിയത്. വനിതാ സംവരണത്തെ തോൽപ്പിച്ചു കളഞ്ഞു, വനിതകളോടുള്ള നിഷേധാത്മകമായ സമീപനം
സമീപനമാണ് ഇത് എന്ന തരത്തിലായിരുന്നു പ്രധാനമന്ത്രി റാലിയിൽ സംസാരിച്ചത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് കുറച്ച് വനിതകളെ സ്ഥാനാർത്ഥികളാക്കി ഞങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്നതാണ് മമതാ ബാനർജി തിരിച്ചു ചോദിച്ചത്. മുൻപ് വനിതാ സംവരണ ബില്ല് നടപ്പാക്കുകയും പാസ്സാക്കുകയും പിന്നീട് അത് നടപ്പാക്കാതിരിക്കുകയും ചെയ്ത നയത്തെയും അവർ ചോദ്യം ചെയ്യുകയും ചെയ്തു. അങ്ങനെ വിവിധ വിഷയങ്ങൾ ചർച്ചയായിട്ടുണ്ട്. SIRൽ നിന്ന് കുറെ മനുഷ്യർ പുറത്തുപോയിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ ദിവസം 6 ലക്ഷത്തോളം പേർ തിരികെ പട്ടികയിലേക്ക് വന്നതും കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ അവസാന ദിവസവുമാണ്. ആദ്യഘട്ട പോളിംഗുമായി ബന്ധപ്പെട്ട് SIRൽ എന്തെങ്കിലും ഒരു തിരുത്തൽ വരുത്താനുള്ള അവസരം ഇന്നിപ്പോൾ കഴിയുകയും ചെയ്യുന്നുണ്ട്. ആ തരത്തിൽ പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അത് അവസാന ദിവസത്തേക്ക് കടക്കുമ്പോഴും വോട്ടർമാരുടെ ഭാഗത്ത് നിന്ന് വോട്ടർ ലിസ്റ്റിൽ എത്ര പേർക്ക് കടന്നുകൂടാൻ കഴിയും എന്ന തരത്തിലുള്ള ആശങ്ക കൂടി ഇന്ന് നിലനിൽക്കുന്നു. തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാന ഹോട്ടൽ ആക്രമിച്ചു. ഹോട്ടലിന്റെ മുൻവാതിൽ തകർത്ത് ആന അകത്തുകയറി. വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരനാണ് തൃശ്ശൂരിൽ നിന്ന് ചേരുന്നത്. ശ്രീജിത്തെ, ഗുഡ് മോർണിംഗ്. മേഖലയിൽ ഇതുപോലെ വന്യമൃഗശല്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇന്നിപ്പോൾ ഈ ഹോട്ടലിൽ കാട്ടാന ഈ അക്രമം കാണിച്ചിരിക്കുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? ജോൺസൺ എന്നയാളുടെ ഹോട്ടലാണ് ആക്രമിച്ചതെന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഇന്നലെ രാത്രിയോട് കൂടിയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒറ്റയാനാണ് ഈ ഒരു ആക്രമണം നടത്തിയതെന്ന് പറയുന്നു. ശബ്ദം കേട്ട്, ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ജോൺസണും കുടുംബവും താമസിക്കുന്നത്. ഈ ശബ്ദം കേട്ട് ജോൺസണും ഭാര്യയും മകളും പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് കാട്ടാന ഹോട്ടലിനകത്തേക്ക് കയറി ആക്രമണം നടത്തുന്നത് കണ്ടത്. എന്തായാലും പെട്ടെന്ന് തന്നെ ശബ്ദവും ഒക്കെ വെച്ച് പൊട്ടിച്ച് പടക്കമൊക്കെ പൊട്ടിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ കാട്ടാന അവിടെ തന്നെ തുടരുകയായിരുന്നു. ഏറെ നേരം പണിപ്പെട്ടാണ് കാട്ടാനയെ മേഖലയിൽ നിന്ന് ഓടിച്ചത്. എന്തായാലും ഹോട്ടലിന്റെ മുൻഭാഗം പൂർണ്ണമായി തകർത്തിട്ടുണ്ട്. ഈ മേഖലയിൽ കാട്ടാനാക്രമണം നടക്കുന്ന പ്രദേശം തന്നെയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. വലിയ നാശനഷ്ടമാണ് ഹോട്ടലിന് സംഭവിച്ചത്. എന്തായാലും ആളുകൾക്കൊന്നും സംഭവിച്ചില്ല. ആളുകൾക്ക് നേരെ തിരിയുമ്പോഴേക്കും കാട്ടാനയെ ഓടിക്കാൻ കഴിഞ്ഞെന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ശരി, ശ്രീകുമാറിനാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. തുടർച്ചയായ റെയ്ഡുകൾക്ക് പിന്നാലെ ബംഗാളിലെ പ്രവർത്തനങ്ങൾ വെട്ടിക്കുറച്ച് പൊളിറ്റിക്കൽ കൺസൾട്ടൻസി സ്ഥാപനമായ ഐപാക് നിരവധി ജീവനക്കാരെ വർക്ക് ഫ്രം ഹോം മോഡിലേക്ക് മാറ്റി. ഔദ്യോഗിക ആശയവിനിമയ മാർഗങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നു. അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്നും ചേരുന്നത് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ, വെരി ഗുഡ് മോർണിംഗ്. ഒരു രാഷ്ട്രീയ ഉപദേശക ഏജൻസിയാണ് ഈ ഐപാക് എന്ന് പറയുന്നത്. പ്രശാന്ത് കിഷോർ രൂപീകരിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട് കുറേ വിവാദങ്ങൾ ഉണ്ടായതാണ്. നേരത്തെ ED മനഃപൂർവ്വം ഇതിൽ ഇടപെടുന്നു എന്ന് TMCയുടെ ഭാഗത്തുനിന്നൊക്കെ വലിയ വിമർശനവും ആരോപണവും ഒക്കെ ഉണ്ടായതാണ്. ഇതിപ്പോൾ എന്താണ് നിലവിലെ സ്ഥിതി? എന്തുകൊണ്ടാണ് ഈ പ്രവർത്തനം ഈ രീതിയിൽ വെട്ടിക്കുറയ്ക്കുന്നത്? അത് ഈ പറയുന്നത് പോലെയുള്ള റെയ്ഡുകൾക്ക് അതിന് പിന്നാലെ തന്നെയാണോ, അത് തന്നെയാണോ കാരണം? പ്രജിൻ, ക്രിസ്റ്റീന, ബംഗാളിൽ തുടർച്ചയായി ഐപാക്കിനെതിരെ നടക്കുന്ന റെയ്ഡുകളെ തുടർന്ന് തന്നെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ഐപാക് പോയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഐപാക്കിന്റെ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ED നടപടികൾ ശക്തമാക്കുകയാണ്. പ്രത്യേകിച്ചും അവിടെ ഒരു ഡയറക്ടറെ അറസ്റ്റ് ചെയ്തു. അതിന് പിന്നാലെ മറ്റു ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിന്റെ എല്ലാം ഘട്ടത്തിൽ ഇപ്പോൾ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ ബംഗാളിൽ വെട്ടിച്ചുരുക്കുകയാണെന്നുള്ള പ്രഖ്യാപനമാണ് ഐപാക് നടത്തിയിരിക്കുന്നത്. മാത്രമല്ല വലിയ തോതിൽ ഈ ജീവനക്കാരോടെല്ലാം തന്നെ പല ടീമുകളോടും വർക്ക് ഫ്രം ഹോം ആരംഭിച്ചോളാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റ് കുറച്ച് ജീവനക്കാർക്ക് 20 ദിവസത്തേക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് HR തന്നെ നേരിട്ട് മെയിൽ അയച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഈ ഔദ്യോഗിക ആശയവിനിമയ സംവിധാനങ്ങൾ, കോൺടാക്ട് നമ്പർ ഉൾപ്പെടെയുള്ളവയിൽ ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് നേരിട്ട് ഐപാക്കിന് കുറച്ചു കാലത്തേക്ക് കൊൽക്കത്തയിലെ ഓഫീസിൽ ബന്ധപ്പെടാൻ സാധിക്കില്ല തുടങ്ങിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഇതിനോടകം തന്നെ ഐപാക് നടത്തിയിരിക്കുന്നു. അവിടെയുള്ള ഓഫീസും അടച്ചിരിക്കുകയാണ്. എല്ലാ ഉദ്യോഗസ്ഥരോടും അവിടെ നിന്നും ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഖ്യാപനം കൂടി ഐപാക് നടത്തിയിരിക്കുകയാണ്. ഈ ബംഗാളിൽ വലിയ തോതിൽ ED ഐപാക്കിനെ ലക്ഷ്യമിടുന്നു എന്നുള്ള കാര്യം തന്നെ. അത് ഐപാക് നേരത്തെ ഒരു ആരോപണം ഉന്നയിച്ചാണ്. അതിലപ്പുറത്തേക്ക് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസും ആരോപണം ശക്തമാക്കിയിട്ടുണ്ട്. കാരണം ബംഗാൾ തിരഞ്ഞെടുപ്പിൽ തൃണമൂലിന്റെ പൊളിറ്റിക്കൽ കൺസൾട്ടന്റ് ഏജൻസിയാണ് ഐപാക്. പക്ഷേ അവിടെ ശക്തമായിട്ടുള്ള പരിശോധന നടത്തിക്കൊണ്ട്, റെയ്ഡുകൾ നടത്തിക്കൊണ്ട് തൃണമൂലിന്റെ തന്നെ പ്രചാരണത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം BJP നടത്തുകയാണ് എന്നുള്ളൊരു ആരോപണം എന്തായാലും ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ ബംഗാളിൽ മാത്രമല്ല, ഡൽഹിയിലും അതുപോലെ തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ ഐപാക്കിലുള്ള ഓഫീസുകളിലും എല്ലാം തന്നെ EDയുടെ റെയ്ഡുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം തന്നെ ഈ കൽക്കരി കേസുമായി ബന്ധപ്പെട്ടാണ്, കൽക്കരി അഴിമതി കേസുമായി ബന്ധപ്പെട്ടാണ്. എന്തായാലും ED ഈ നടപടികൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എന്തായാലും ബംഗാളിലെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി ഈ കമ്പനി വെട്ടിച്ചുരുക്കിയിരിക്കുന്നത്. ക്രിസ്റ്റീന, പ്രജിൻ. ശരി.
ഇന്ത്യൻ പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി എന്നാണ് ഐപാക്കിൻ്റെ ഫുൾ ഫോം. ആ ഒരു രാഷ്ട്രീയ ഉപദേശക ഏജൻസിയാണ് ഈ രീതിയിൽ അവിടെ പ്രവർത്തനം കുറച്ചുകൂടി ഒന്ന് മന്ദീഭവിച്ചിരിക്കുന്നത്. അത് ഈ കാരണം ED യുടെ റെയ്ഡുകൾക്ക് പിന്നാലെയാണ് എന്നാണ് പൊതുവിലയിരുത്തൽ. അർജുൻ പീതാംബരനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി പൂരക്കാലമാണ്. കൊടിയേറ്റ് കഴിഞ്ഞതോടെ പൂരലഹരിയിലേക്ക് കടന്നു തൃശൂർ. നാടും നഗരവും പൂരത്തിന്റെ ആവേശത്തിലാണ്. രാത്രി 7 മണിയോടെ ഇന്നലെ നെയ്തലക്കാവിലായിരുന്നു കൊടിയേറ്റ് ചടങ്ങുകളുടെ പര്യവസാനം. തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങൾ പൂരത്തിനായുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലുമാണ്. ജില്ലാ കളക്ടറും സിറ്റി പോലീസ് കമ്മീഷണറും അടങ്ങുന്ന സംഘം ഇന്നലെ പൂരപ്പറമ്പിൽ നേരിട്ടെത്തി അവിടുത്തെ ഒരുക്കങ്ങൾ, ക്രമീകരണങ്ങൾ എന്നിവ വിലയിരുത്തിയിരുന്നു. വേനൽ ചൂട് കടുത്തതോടെ കാസർഗോഡ് തൃക്കരിപ്പൂർ പഞ്ചായത്തിന്റെ പടിഞ്ഞാറൻ മേഖലകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാവുകയാണ്. പ്രദേശത്തെ 100 കണക്കിന് കുടുംബങ്ങളാണ് ജലക്ഷാമത്താൽ വലയുന്നത്. പഞ്ചായത്തിന്റെ കുടിവെള്ള വിതരണം മാത്രമാണ് പ്രദേശവാസികളുടെ ആശ്രയം. സാധാരണ മെയ് മാസമാകുമ്പോഴാണ് ജലക്ഷാമം ഉണ്ടാകാറുള്ളത്. ഇത്തവണ ഏപ്രിൽ പകുതിയോടെ കുടിവെള്ള സ്രോതസ്സുകൾ വറ്റിത്തുടങ്ങി. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ പറയമ്മാനം, കാവില്യാട്ട്, മീലിയാട്ട്, ഉടുമ്പുന്തല, വയലോടി തുടങ്ങിയ പ്രദേശങ്ങളിലെ കുടുംബങ്ങളാണ് കടുത്ത കുടിവെള്ള പ്രതിസന്ധി നേരിടുന്നത്. പഞ്ചായത്തിന്റെ ബീരിച്ചേരി പദ്ധതിയിൽ നിന്നുള്ള കുടിവെള്ള കണക്ഷനാണ് പ്രദേശവാസികളുടെ ഏക ആശ്രയം. ഉപയോഗിക്കാൻ ഇല്ല, നമുക്ക് സാധാരണ കുടിക്കാൻ വെള്ളം തികയണ്ടേ. അത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവർ 1.5 മണിക്കൂറേ വെള്ളം അടിക്കുന്നുള്ളൂ. ഒരു 2 മണിക്കൂറിലടിച്ചാൽ കുറച്ച് വെള്ളം കൂടുതൽ കിട്ടിയാലോ നമുക്ക് ഉപയോഗിക്കാം. എല്ലാവരും കുടിവെള്ളത്തിന് വേണ്ടിയിട്ടല്ലേ ആഗ്രഹിക്കുന്നു. കുടിവെള്ളം തരുന്നതിനെന്തില്ലേ? 6 മണിക്ക് അവർക്ക് വെള്ളം അടിക്കണ്ട. 6 മണി കഴിഞ്ഞിട്ട് വെള്ളം അടിച്ചാൽ നമുക്ക് നിമിതമായ വെള്ളം കിട്ടൂലേ. പ്രദേശത്തെ മിക്ക വീടുകളിലും കിണറുകൾ ഉണ്ടെങ്കിലും വെള്ളത്തിന്റെ ഉപ്പുരസവും മറ്റ് മാലിന്യ ഭീഷണികൾ കാരണവും ഉപയോഗശൂന്യമാണ്. കുഴൽക്കിണറുകൾ കുഴിച്ചാലും ഉപ്പുവെള്ളം മാത്രമാണ് ലഭിക്കുന്നത്. സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം എത്തിച്ചു നൽകുന്നതാണ് നിലവിൽ നാട്ടുകാരുടെ ഏക ആശ്വാസം. പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണണമെന്നും കുടിവെള്ള വിതരണം എല്ലാ ദിവസവും ഉറപ്പാക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ പ്രധാന ആവശ്യം. 24 കാസർഗോഡ്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് താൽക്കാലിക വിരാമമായതോടെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ കുതിപ്പിനൊരുങ്ങുകയാണ് UAE. ഊർജം, ഗതാഗതം, നഗരവികസനം തുടങ്ങി വിവിധ മേഖലകളുടെ വികസനത്തിനായി വമ്പൻ പദ്ധതികളാണ് പുരോഗമിക്കുന്നത്. ഇറാൻ ആക്രമണം അവസാനിച്ചതോടെ എല്ലാ മേഖലയിലും വലിയ കുതിപ്പുണ്ടാക്കാനാണ് UAE ലക്ഷ്യമിടുന്നത്. ദുബായ് എയർപോർട്ടിന് സമീപം ഫ്ലൈറ്റ് ടാക്സി സ്റ്റേഷൻ തുറന്നു കഴിഞ്ഞു. ഡ്രൈവറില്ലാ ടാക്സിക്ക് പിന്നാലെ ഗതാഗത മേഖലയിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരുന്ന പദ്ധതിയാണിത്. ദുബായിലെ ഹെസ്സ സ്ട്രീറ്റ് വികസന പദ്ധതിയുടെ 2ാം ഘട്ടവും ആരംഭിച്ചു കഴിഞ്ഞു. ദുബായിൽ 726 ആധുനിക ബസ് ഷെൽട്ടറുകളും ട്രക്ക് വിശ്രമ കേന്ദ്രങ്ങളും സ്ഥാപിക്കാൻ തീരുമാനമായി. ഊർജ, ജലമേഖലയിലെ വിവിധ പദ്ധതികൾക്കും തുടക്കമായിട്ടുണ്ട്. സർക്കാർ കെട്ടിടങ്ങളിലെ ഊർജ, ജല ഉപഭോഗം കുറയ്ക്കുന്നതിനായി 120 മില്യൺ ദിർഹം ചിലവിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 1 ബില്യൺ ദിർഹത്തിൻ്റെതാണ് 2ാം ഘട്ടം. 3.3 ഗിഗാവാട്ട് ശേഷിയുള്ള രാജ്യത്തെ ഏറ്റവും വലിയ വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രവും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. റാസൽ ഖൈമയിൽ പ്രതിദിനം 60,000 ക്യൂബിക് മീറ്റർ ശേഷിയുള്ള പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള കരാറിലും ഒപ്പുവച്ചിട്ടുണ്ട്. 3 ലക്ഷത്തോളം ജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്നതാണിത്. മഴവെള്ള ഡ്രെയിനേജ് സംവിധാനം കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിനായി തസ്രീഫ് പദ്ധതിയുടെ 2ാം ഘട്ടവും ഇതിനോടൊപ്പം നടപ്പിലാക്കും. ഡ്രെയിനേജ് പദ്ധതിയുടെ 36% ഇതിനകം പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു. പദ്ധതി പൂർത്തിയാകുന്നതോടെ 30 ലക്ഷം പേർക്ക് ഇതിന്റെ ഗുണം ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്റർ, സിലിക്കൺ ഒയാസിസ് എന്നിവിടങ്ങളിലും വൻ വിപുലീകരണ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 ദുബായ്. UAE-യിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ റെക്കോർഡ് നേട്ടം. ദുബായിൽ മാത്രം 252 ബില്യൺ ദിർഹത്തിന്റെ വ്യാപാരമാണ് നടന്നത്. ഈ വർഷത്തെ ആദ്യ പാദത്തെ കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. മാർച്ച് വരെയുള്ള കണക്ക് പുറത്തു വരുമ്പോഴാണ് UAE-യിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള വളർച്ച റെക്കോർഡ് നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ദുബായ്, അബുദാബി, ഷാർജ, അജ്മാൻ എന്നീ ഓരോ എമിറേറ്റിലും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കാര്യമായ വളർച്ചയുണ്ടായി. ദുബായിൽ മികച്ച വ്യാപാരമാണ് ഉണ്ടായത്. കഴിഞ്ഞ 3 മാസത്തിനിടെ 7 ലക്ഷത്തിലധികം ഇടപാടുകൾ നടന്നു. കഴിഞ്ഞ വർഷത്തെ ഈ കാലയളവ് പരിശോധിക്കുമ്പോൾ 6% വളർച്ചയുണ്ടായി. ആകെ 252 ബില്യൺ ദിർഹത്തിന്റെ വ്യാപാരമാണ് നടന്നത്. 57,000-ലധികം നിക്ഷേപങ്ങളുണ്ടായി. ഇക്കാര്യത്തിലും 7% വർധന. 30,000-ലധികം പുതിയ നിക്ഷേപകർ ദുബായിലെത്തി. അബുദാബിയിൽ കഴിഞ്ഞ വർഷത്തെ ആദ്യപാദ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ
160% വളർച്ചയാണ് ഉണ്ടായത്. 66 ബില്യൺ ദിർഹത്തിന്റെ ഇടപാടുകൾ ഉണ്ടായതായി അബുദാബി റിയൽ എസ്റ്റേറ്റ് സെന്റർ അറിയിച്ചു. 13,000-ലധികം ട്രാൻസാക്ഷനുകളും നടന്നു. ഷാർജയിലും 40% വർധനവ് രേഖപ്പെടുത്തി. ആകെ 18 ബില്യൺ ദിർഹത്തിന്റെ ഇടപാടുകളാണ് ആദ്യ 3 മാസത്തിൽ നടന്നത്. ഷാർജയിൽ 30,000-ഓളം ഇടപാടുകളുണ്ടായി. ആകെ 113 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് നിലവിൽ UAE-യിൽ റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപമുള്ളത്. കഴിഞ്ഞ വർഷം ഇത് 97 ആയിരുന്നു. പ്രതിസന്ധി ഘട്ടത്തിലും നിക്ഷേപകർക്ക് UAE-യോടുള്ള വിശ്വാസം കാട്ടുന്നതാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ഈ വളർച്ച. 24 ദുബായ്. ദുബായിൽ ഇനി പാർക്കിലിരുന്ന് ജോലി ചെയ്യാം. വർക്ക് ഫ്രം പാർക്ക് എന്ന ആശയത്തിന് തുടക്കമിടുകയാണ് ദുബായ് മുനിസിപ്പാലിറ്റി. ദുബായ് അൽബർഷ് പോൺ പാർക്കിലാകും ആദ്യം ഈ ആശയം നടപ്പിലാക്കുന്നത്. വർക്ക് ഫ്രം ഹോമും വർക്ക് ഫ്രം കോഫി ഷോപ്പുമൊക്കെ ഇനി മറക്കാം. പാർക്കുകളിലിരുന്ന് ജോലി ചെയ്യുക എന്ന ആശയം നടപ്പിലാക്കുകയാണ് ദുബായ്. ഉൽപാദനക്ഷമതയും വിനോദവും സംയോജിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി. അൽബാഷ പോണ്ട് പാർക്കിലാകും ആദ്യം വർക്ക് ഫ്രം പാർക്ക് നടപ്പിലാക്കുക. മെയ് പകുതിയോടെ തന്നെ ഒരുക്കങ്ങൾ പൂർത്തിയാകും. ഈ വർഷം അവസാനത്തോടെ ദുബായിലെ എല്ലാ പാർക്കുകളിലേക്കും ആശയം വ്യാപിപ്പിക്കാനാണ് മുനിസിപ്പാലിറ്റിയുടെ നീക്കം. എമിറേറ്റിലുടനീളം തൊഴിൽ സൗഹൃദ അന്തരീക്ഷമൊരുക്കാനായി അമാന, ലെറ്റ്സ് വർക്ക് എന്നീ കമ്പനികളുമായി മുനിസിപ്പാലിറ്റി കരാറിലെത്തി. റിമോട്ട് ജോലിയും ഹൈബ്രിഡ് മോഡൽ ജോലിയും UAE-യിൽ നിത്യജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. വർക്ക് ഫ്രം ഹോട്ടലിനെ വലിയൊരു വിഭാഗം തൊഴിലാളികളും ആശ്രയിക്കുന്നുണ്ട്. ഇവരെ പാർക്കുകളിലേക്ക് ആകർഷിക്കുകയാണ് ലക്ഷ്യം. മാനസികാരോഗ്യം നിലനിർത്താൻ ആശയം സഹായകരമാകുമെന്നും വിലയിരുത്തലുണ്ട്. 24 ദുബായ്. മറ്റൊരു വാർത്തയിലേക്കാണ്. ആപ്പിൾ CEO ടിം കുക്ക് രാജിവെച്ചു. ജോൺ ടേർണസ് ആണ് പുതിയ CEO. സെപ്റ്റംബറിലാണ് ടിം കുക്ക് ചുമതല ഒഴിയുക. എക്സിക്യൂട്ടീവ് ചെയർമാനായി തുടരാനാണ് ടിം കുക്കിന്റെ തീരുമാനം. നമുക്കറിയാം 1998 ടിം കുക്ക് ആപ്പിളിന്റെ CEO ആപ്പിളിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം ഒരുപാട് പ്രോഡക്ട്സ് ആപ്പിളിന് കൊണ്ടുവന്നു. എയർപോർട്സ് ആണെങ്കിലും ആപ്പിൾ വാച്ച് ആണെങ്കിലും ആപ്പിൾ വിഷൻ പ്രോ ആണെങ്കിലും ആപ്പിൾ പേ, ആപ്പിൾ TV, ആപ്പിൾ മ്യൂസിക് ഇതൊക്കെ കൊണ്ടുവന്ന വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പടിയിറക്കം ഇനി എക്സിക്യൂട്ടീവ് ചെയർമാനായി തുടരുന്ന ജോൺ ടേർണസിന് വേണ്ട മെന്ററിംഗ് ഒക്കെ നൽകി കമ്പനിയിൽ തുടരും എന്നാണ് പറയുന്നത്. മറ്റൊരു വാർത്ത ഇപ്പോൾ വരുന്നു. കണ്ണൂർ വെള്ളൂരിൽ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു. വെള്ളൂർ സ്വദേശി VV കമലാക്ഷിയുടെ വീടിന് നേരെയാണ് സ്ഫോടക വസ്തു എറിഞ്ഞത്. വീടിന് മുന്നിലുള്ള പരസ്യ ബോർഡിൽ തട്ടി പൊട്ടിയതിനാൽ വീടിന് കേടുപാട് സംഭവിച്ചില്ല. ഗോകുൽ K വേണുഗോപാലാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ഗോകുൽ, ഗുഡ് മോർണിംഗ്. എന്താണ് ഈ അക്രമത്തിന് കാരണം? വിവരങ്ങൾ. ഇന്നലെ രാത്രി 10:50 ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. വെള്ളൂർ രാമൻകുളത്തിന് സമീപം താമസിക്കുന്ന VV കമലാക്ഷിയുടെ വീടിന് നേരെയാണ് സ്ഫോടക വസ്തു എറിഞ്ഞത്. ഈ കമലാക്ഷിയുടെ മകന്റെ ഭാര്യ നിത്യ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ബൂത്ത് ഏജന്റായൊക്കെ പ്രവർത്തിച്ചിരുന്നു. ആ സമയത്തൊക്കെ ചില ഭീഷണികളും കാര്യങ്ങളും ഒക്കെ രതീഷിന് നേരെ ഉണ്ടായിരുന്നതായി പറയുന്നുണ്ട്. നേരത്തെ തന്നെ വീടിന് നേരെ പടക്കമെറിയുന്ന സംഭവങ്ങളും ബൈക്കിലൊക്കെ ഉപ്പ് വാരിയിടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നതായി രതീഷ് പറയുന്നുണ്ട്. അതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള സംഭവം എന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നതേ ഉള്ളൂ. ഇന്നലെ കമലാക്ഷി പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇപ്പോൾ കമലാക്ഷിയുടെ വീടിന് മുമ്പിൽ പോലീസ് കാവലേർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വനിതാ സംവരണം ഉയർത്തിയുള്ള സർക്കാരിന്റെയും BJPയുടെയും പ്രചാരണത്തിനെതിരായ കോൺഗ്രസ് പരിപാടികൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. 29 പ്രധാന നഗരങ്ങളിൽ വനിതാ നേതാക്കളും വക്താക്കളും വാർത്താസമ്മേളനം നടത്തും. നേരത്തെ പാസാക്കിയ ബിൽ പ്രകാരം വനിതാ സംവരണം നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെടും. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ ഒരിക്കൽ കൂടി ചേരുന്ന വിവരങ്ങളുമായി. അർജുൻ, നിലവിലെ വനിതാ സംവരണം അത് പ്രതിപക്ഷത്തിനെതിരെ വലിയ ആയുധമാക്കുന്നുണ്ട്. BJP പ്രത്യേകമായും പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും ഒക്കെ അത് തെരഞ്ഞെടുപ്പ് വിഷയം കൂടിയാണ്. അതിനെതിരെ അല്ലെങ്കിൽ അതിലെന്താണ് കോൺഗ്രസിന്റെയും പ്രതിപക്ഷ പാർട്ടികളുടെയൊക്കെ നിലപാട് എന്ന് നേരത്തെ ചോദ്യമുയർന്നിരുന്നു. അതിൽ പല പരാതികളുമൊക്കെ രംഗത്ത് വന്നതുമാണ്. ഇതിപ്പോൾ കോൺഗ്രസ് അതിനെ രാജ്യവ്യാപകമായ രീതിയിലൊരു ക്യാമ്പയിനായി ഏറ്റെടുക്കാൻ പോവുകയാണല്ലോ. എങ്ങനെയാണ് അത് ആസൂത്രണം ചെയ്തിരിക്കുന്നത് കോൺഗ്രസ്? എന്തൊക്കെയായിരിക്കും പ്രധാനപ്പെട്ട പരിപാടികൾ? ക്രിസ്റ്റീന, പ്രജിൻ, ഉടൻ തന്നെ ഈ 33% സംവരണം, അതായത് നേരത്തെ 2023 പാസ്സാക്കിയിട്ടുള്ള ബില്ല് അത് നടപ്പിലാക്കണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ്, പ്രത്യേകിച്ചും മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വാർത്താ സമ്മേളനങ്ങൾ, അതുപോലെ തന്നെ പൊതുയോഗങ്ങൾ, റാലികളൊക്കെ ആയിരിക്കും നടത്തുക. കഴിഞ്ഞ ദിവസം റാലികൾ ആരംഭിച്ചിരുന്നു. 23-ാം തീയതി, അതായത് ബംഗാളിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ജബി മേത്തറിനെയും അതുപോലെ
അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ലോക് ഭവൻ മാർച്ചിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സമാനമായിട്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും ഇതേ തരത്തിലുള്ള മാർച്ചുകളും അതുപോലെ പൊതുയോഗങ്ങളും വാർത്താ സമ്മേളനങ്ങളും നടത്തുമെന്നുള്ള കാര്യമാണ് മഹിളാ കോൺഗ്രസ് ഈ ഒരു ഘട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും അടുത്ത വർഷകാല സമ്മേളനത്തിൽ തന്നെ ഇപ്പോഴുള്ള ബില്ല് അത് നിയമമാക്കി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഭേദഗതി കൊണ്ടുവന്ന് അവതരിപ്പിക്കണം. മാത്രമല്ല 33% വനിതകൾക്ക് സംവരണ നേതൃത്വമുള്ളതിൽ OBC സംവരണം കൂടി ഉറപ്പാക്കുന്ന കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് മഹിളാ കോൺഗ്രസ് പ്രതിഷേധവും പ്രക്ഷോഭവും ആരംഭിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ BJPയുടെ നരേറ്റീവ് ഉണ്ട്. ആ ഒരു പ്രക്ഷോഭങ്ങൾക്കെതിരെ, ആ ഒരു നരേറ്റീവിനും ആ ഒരു പ്രചാരണത്തിനും എതിരെ നിൽക്കുക എന്നുള്ള കാര്യം തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ക്രിസ്റ്റീന, പ്രജിൻ. ശരി. അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലഹരി സംഘത്തിന്റെ അക്രമ വാർത്ത റിപ്പോർട്ട് ചെയ്ത 24 പ്രാദേശിക റിപ്പോർട്ടർ മജീദ് താമരശ്ശേരിക്ക് വധഭീഷണി. കഴിഞ്ഞ വ്യാഴാഴ്ച താമരശ്ശേരി ചുങ്കത്ത് വീട്ടിൽ കയറി ഗൃഹനാഥനെയും കുടുംബത്തെയും മർദ്ദിച്ച കേസിലെ മുഖ്യപ്രതി ഡാനിഷാണ് ഭീഷണി മുഴക്കിയത്. സംഭവത്തിൽ പരാതി നൽകി 2 ദിവസമായിട്ടും മൊഴിയെടുക്കാനോ കേസെടുക്കാനോ താമരശ്ശേരി പോലീസ് തയ്യാറായിട്ടില്ല. ഉന്നത ഉദ്യോഗസ്ഥരില്ലെന്ന കാരണം പറഞ്ഞ് പരാതിക്കാരനെ മടക്കി അയക്കുകയായിരുന്നു. അക്രമികൾക്ക് പോലീസ് ഒത്താശ ചെയ്യുകയാണെന്ന ആക്ഷേപം ശക്തമാണ്. തിരുവനന്തപുരം നെട്ടയത്തെ BJP CPIM സംഘർഷത്തിൽ കൂടുതൽ അറസ്റ്റ് ഇന്നുണ്ടായേക്കും. കഴിഞ്ഞ ദിവസം 6 BJP പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. വട്ടിയൂർക്കാവിൽ ഒരു ക്ഷേത്രത്തിനുള്ളിൽ നിന്നാണ് 6 പേരെ പോലീസ് പിടികൂടിയത്. പ്രദേശം പോലീസ് നിരീക്ഷണത്തിലാണ്. വിവരങ്ങളുമായി വീണ്ടും ചേരുകയാണ് വിനേഷ് കുമാർ തിരുവനന്തപുരത്ത് നിന്നും. വിനേഷ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഒരു 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു സംഘർഷമാണ് ഈ മട്ടിൽ ഒരു രാഷ്ട്രീയ സംഘർഷമായി മാറുകയും മാധ്യമപ്രവർത്തകർക്ക് വരെ നേരെ വരെ ചില കയ്യേറ്റ ശ്രമങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്? പ്രജിൻ, ക്രിസ്റ്റീന, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും നെട്ടയത്തെ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പേരെ പോലീസ് നിരീക്ഷിച്ചു വരികയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം പ്രദേശത്ത് ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘർഷമുണ്ടായിരുന്നു. ജനറൽ ആശുപത്രിയിൽ മുമ്പിൽ പ്രതിഷേധമുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ AR ക്യാമ്പിൽ 6 BJP പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. തുടർന്ന് ഇവരെ വിട്ടയക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP പ്രവർത്തകർ AR ക്യാമ്പിന് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഇതിന് പിന്തുണയുമായി മേയർ VV രാജേഷ് ഉൾപ്പെടെ രംഗത്തെത്തി എന്നുള്ളതാണ് ഇതിനെ എടുത്തു പറയേണ്ടത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതിൻ്റെ വലിയ രീതിയിലുള്ള സംഘർഷം രാത്രികളിൽ ഉണ്ടായിരുന്നു. ഇതിൻ്റെ തുടർച്ചയായി വരും ദിവസങ്ങളും സംഘർഷം ലഘൂകരിക്കാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. സിറ്റി കമ്മീഷണർ നേരിട്ട് ഇടപെട്ടുകൊണ്ട് തന്നെ ഇവരുടെ മധ്യസ്ഥ ശ്രമത്തിനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിനിടയിലും ചെറിയ തോതിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമുക്കറിയാം, 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു പ്രാദേശിക പ്രശ്നമാണ് പിന്നീട് CPIM BJP സംഘർഷത്തിലേക്ക് നീങ്ങിയത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമപ്രവർത്തകരെ, അതായത് 24ൻ്റെ കറസ്പോണ്ടൻ്റായ മേഘന മുരളിക്ക് നേരെ പോലും ആക്രമണം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. KUWJ ഉൾപ്പെടെ ഇതിൽ ഇടപെടുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ പരക്കെ ആക്രമണം ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് പോലീസ് വളരെ ജാഗ്രതയോടുകൂടി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം മധ്യസ്ഥ ശ്രമം വിജയിച്ചില്ലെങ്കിൽ പോലും ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും പ്രകോപനം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ കർശനമായ നടപടിയെടുക്കാൻ തന്നെയാണ് DGP ഉൾപ്പെടെ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എങ്കിലും ഇവിടെ ഈ പ്രദേശത്ത് ഇപ്പോഴും പോലീസ് കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ കൃത്യമായൊരു ഇടപെടൽ നടത്താനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. എന്തായാലും പ്രദേശം സൂക്ഷ്മമായ നിരീക്ഷണത്തിലാണ് പോലീസിൻ്റെ. ശരി, വിനേഷ് കുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. അഭിഭാഷക ജീവിതത്തിലെ ഹൃദ്യവും മറക്കാനാകാത്തതുമായ അനുഭവങ്ങൾ കോർത്തിണക്കി അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള രചിച്ച ചിരിയും ചിന്തയും കറുത്ത കോട്ടിൽ എന്ന പുസ്തകം എറണാകുളത്ത് പ്രകാശനം ചെയ്തു. ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് S മനുവിന് നൽകിയാണ് പുസ്തക പ്രകാശനം ചെയ്തത്. അഭിഭാഷക ജീവിതത്തിനിടെ നേരിട്ട വൈവിധ്യമാർന്ന സംഭവങ്ങളെ ലളിതമായ ഭാഷയിൽ നർമ്മം കലർത്തി വായനക്കാരിലേക്ക് എത്തിക്കുകയാണ് തന്റെ 255-ാം പുസ്തകത്തിലൂടെ ശ്രീധരൻപിള്ള. സാഹിത്യകാരൻ C രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് സിറിയക് ജോസഫ്, ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പീയൂഷ് കോട്ടം തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വർഷത്തെ ശങ്കര ജയന്തി ആഘോഷങ്ങൾ എറണാകുളം ശങ്കരാചാര്യ സംസ്കൃത കാലടി സർവകലാശാലയിൽ ഇന്ന് ഗവർണർ ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10:30 ചടങ്ങ്.
ഗവർണർ വരുന്നതുമായി ബന്ധപ്പെട്ട സർവകലാശാല ഇറക്കിയ സർക്കുലർ വിവാദമായിരുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയനാണ് ചേരുന്നത്. വിപിൻ, വെരി ഗുഡ് മോർണിംഗ് അഗെയിൻ. ഈ ശങ്കരജയന്തി ആഘോഷങ്ങൾ കാലടി സർവകലാശാലയിൽ ഗവർണർ ഉദ്ഘാടനം ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കൂടി ചർച്ചയാവും? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഇന്ന് ശങ്കരജയന്തി ആഘോഷങ്ങൾക്ക് കാലടിയിൽ തുടക്കമാവുകയാണ്. വിപുലമായ പരിപാടികളാണ് നടക്കുന്നത്. അതിന്റെ ഭാഗമായി കാലടി സർവകലാശാലയിലെ ശങ്കരജയന്തി ആഘോഷങ്ങൾ ഇന്ന് 10:30 ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹം വരുന്നതുമായി ബന്ധപ്പെട്ട് കാലടി സർവകലാശാല ഒരു സർക്കുലർ ഇറക്കിയിരുന്നു. ഇത് വിവാദമാവുകയും ചെയ്തു. ഗവർണർ വരുന്ന ഒരു സമയത്ത് എല്ലാവരും എണീറ്റ് നിൽക്കണം, മറ്റ് ആംഗ്യഭാഷകളൊന്നും തന്നെ പാടുകയില്ല, മൊബൈൽ ഫോൺ സൈലന്റ് ആക്കണം, അദ്ദേഹം സംസാരിച്ച് ഇറങ്ങുമ്പോൾ മിതമായ രീതിയിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം തുടങ്ങി വളരെ കർശനമായിട്ടുള്ള ചില നിർദ്ദേശങ്ങളാണ് വെച്ചിരുന്നത്. ഇത് വിവാദമായതിനെ തുടർന്ന് പിന്നീട് ഈ സർക്കുലർ പിൻവലിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ന് ശങ്കരജയന്തി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഗവർണർ എന്തെല്ലാം പറയും എന്നതുകൂടി വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. 10:30 ചടങ്ങ്. ശരി, വിപിൻ സി വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. തൃശൂർ കോടാലി വെള്ളിക്കുളങ്ങരയിൽ പാമ്പുകടിയേറ്റു സഹോദരങ്ങളിൽ ഒരാൾ മരിച്ച സംഭവത്തിൽ ആശുപത്രിയിൽ കഴിയുന്ന 10 വയസ്സുകാരന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ശ്വസിക്കുന്നതെങ്കിലും ഇന്നലെ അനൂഷ് കണ്ണു തുറന്നിരുന്നു. കടിയേറ്റെങ്കിലും കുട്ടിയുടെ ശരീരത്തിൽ അധികം വിഷാംശം ചെന്നിട്ടില്ല എന്നാണ് നിഗമനം. ശ്രീകുമാരൻ തൃശ്ശൂരിൽ ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീത്ത്, അനോജിന്റെ സഹോദരൻ അനോഷ് ചികിത്സയിൽ തുടരുകയാണ് ഈ പാമ്പുകടിയേറ്റ ശേഷം. നിലവിൽ എന്താണ് ആശുപത്രിയിൽ നൽകുന്ന വിവരങ്ങൾ? വെന്റിലേറ്ററിൽ തന്നെയാണ് കുട്ടി കഴിയുന്നതെന്ന് പറയുന്നത്, പക്ഷേ ചെറിയ പുരോഗതി ആരോഗ്യനിലയിലുണ്ട് എന്ന വാർത്ത ആശ്വാസം നൽകുന്നതാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? തീർച്ചയായും ചെറിയ പുരോഗതി ആരോഗ്യനിലയിലുണ്ട്. ജീവൻ വീണ്ടെടുക്കും, അല്ലെങ്കിൽ ജീവന് മറ്റ് ഭീഷണികളൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ അപ്പോളോ ആശുപത്രി അധികൃതർ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയിരുന്നു. ആ മെഡിക്കൽ ബുള്ളറ്റിനിലാണ് അനോഷ ശസ്ത്രക്രിയയ്ക്ക് ശേഷം കണ്ണു തുറന്നു എന്ന തരത്തിൽ അവർ ആ മെഡിക്കൽ ബുള്ളറ്റിനിൽ എഴുതിയിരിക്കുന്നത്. എന്തായാലും ബന്ധുക്കളുമായി സംസാരിക്കുമ്പോഴും കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ മെച്ചപ്പെട്ടു വരികയാണ് എന്നാണ് ഡോക്ടേഴ്സ് അറിയിച്ചിട്ടുള്ളത് എന്നാണ് അവരും പറയുന്നത്. ഇന്നലെയായിരുന്നു ഈ മരിച്ച ആൽജോയുടെ, അനൂഷിന്റെ സഹോദരനായ 8 വയസ്സുകാരൻ ആൽജോയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനിടെ തന്നെയാണ് ഈ ഒരു വീടിന് സമീപത്ത് പാമ്പിനെ വീണ്ടും കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പിനെ തന്നെയാണ് കണ്ടെത്തിയത്. എന്തായാലും ഇതിനെ നാട്ടുകാരെല്ലാവരും ചേർന്ന് തല്ലിക്കൊന്നു. പക്ഷേ ഈ വീടിന് പരിസരത്ത് പറമ്പിലോ മറ്റോ ഇനിയും പാമ്പുകൾ ഉണ്ടാകാം. ചെറിയ പാമ്പിന്റെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇനിയും പാമ്പുകൾ ഉണ്ടാകാമെന്നാണ് നിഗമനം. അതിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഒക്കെ ചേർന്ന് ഇന്നലെ ഈ പ്രദേശത്ത് തീയിടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ അനൂഷ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന വാർത്ത ആശ്വാസകരമാണ്. ആളുകൾ ഇപ്പോഴും ഭയത്തിലാണ്. ഈ മേഖലയിൽ കൂടുതൽ പാമ്പുകളുണ്ടോ എന്ന സംശയം ആളുകൾക്കുണ്ട്. ശ്രീത, ഒരു കാര്യം കൂടി, ഈ കുഞ്ഞ് കണ്ണു തുറന്നു, വെന്റിലേറ്ററിൽ നിന്ന് എപ്പോഴേക്ക് മാറ്റാനാകും എന്ന തരത്തിൽ വിവരങ്ങൾ വല്ലതും ലഭിക്കുന്നുണ്ടോ? ഇന്നലെയാണ് ഇത്തരത്തിൽ അപ്പോളോ ആശുപത്രി അധികൃതർ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയത്. അതിലാണ് കുഞ്ഞ് കണ്ണു തുറന്നു, മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വാഭാവികമായി ഇന്നത്തെ അപ്ഡേറ്റ് രാവിലെ ഒരു 11 മണിയോടുകൂടി ആശുപത്രി അധികൃതർ ഒരു മെഡിക്കൽ ബുള്ളറ്റിനായി തന്നെ ഇറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുട്ടിയുടെ ബന്ധുക്കളുമായി സംസാരിക്കുമ്പോൾ ആരോഗ്യനിലയിൽ നല്ല പുരോഗതിയുണ്ട്. പക്ഷേ വെന്റിലേറ്ററിൽ തന്നെയാണുള്ളത്. വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ശ്വസിക്കുന്നത്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ശരി, ശ്രീകുമാരനാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ മറ്റൊരു വാർത്ത മണിപ്പൂരിൽ നിന്ന് വരുന്നു. അവിടെ ഭൂചലനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് വാർത്ത. അവിടെ റിക്ടർ സ്കെയിൽ 5.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം എന്ന് പറയുമ്പോൾ അത്യാവശ്യം മോഡറേറ്റ് ആയ ഒരു ഭൂചലനം ഉണ്ടായിട്ടുണ്ട്. കാങ്ജോങ്ങിൽ ഭൂതലത്തിൽ നിന്ന് 62 കിലോമീറ്റർ ആഴത്തിലാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം എന്നുകൂടി അറിയുന്നു. പുലർച്ചെ 5:59 ഭൂചലനം അനുഭവപ്പെട്ടത്. ഒഡീഷയിൽ അന്യായമായി വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തെന്ന വ്യാപക പരാതി. SIRന് മുൻപുള്ള ഇലക്ടറൽ മാപ്പിംഗിലാണ് 9.8 ലക്ഷം വോട്ടർമാരുടെ പേര് ഒഴിവാക്കപ്പെട്ടത്. കർശന പരിശോധനയ്ക്ക് ചീഫ് ഇലക്ടറൽ ഓഫീസർ ഉത്തരവിട്ടിട്ടുണ്ട്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് ഒരിക്കൽ കൂടി ചേരുന്നു. അർജുൻ, SIRുമായി ബന്ധപ്പെട്ട് അതിന്റെ നടപടികളുമായി ബന്ധപ്പെട്ടൊക്കെ പലയിടങ്ങളിൽ നിന്നും നേരത്തെ ആക്ഷേപങ്ങൾ വന്നതാണ്. ഇതിപ്പോൾ ഒഡീഷയിൽ എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഇത്രമാത്രം ആളുകളുടെ പേരുകൾ നീക്കം ചെയ്യപ്പെട്ടത്? അതിൽ എന്തെങ്കിലും വിശദീകരണം, കാരണങ്ങൾ അറിയുന്നുണ്ടോ?
പ്രജിൻ, ക്രിസ്റ്റീന, കഴിഞ്ഞ 2 മാസം അതായത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ഇലക്ട്രൽ മാപ്പിംഗ് ഒഡീഷയിൽ നടത്തിയത്. ആ സമയത്തൊക്കെ തന്നെ ഫീൽഡ് വെരിഫിക്കേഷൻ കൃത്യമായി നടത്തിയില്ല എന്നുള്ളൊരു കണ്ടെത്തലാണ് ഇപ്പോൾ സംസ്ഥാനത്തെ ഈ ചീഫ് ഇലക്ടറൽ ഓഫീസിനെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. അതിനെ തുടർന്നാണ് കർശനമായിട്ടുള്ള പരിശോധന നടത്താൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് കൂടി ഇട്ടിരിക്കുന്നത്. ഈ ഇലക്ട്രൽ മാപ്പിംഗ് പ്രക്രിയ സമയത്ത് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുകൾ വീടുകൾ തോറും കയറി ഇറങ്ങി ഈ കൃത്യമായിട്ടുള്ള ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തിയിട്ടില്ല എന്നുള്ള ഒരു കണ്ടെത്തൽ നടത്തിയിരുന്നത്. അതിന് പിന്നാലെയാണ് വ്യാപകമായി 9.8 ലക്ഷം വോട്ടർമാരുടെ പേരുകൾ അന്യായമായി വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടി നീക്കി എന്നുള്ള പരാതികൾ ഉയർന്നത്. മാത്രമല്ല സിഇഒയുടെ ഓഫീസിൽ ഏകദേശം 2.5 ലക്ഷം ഫോം 2 ആപ്ലിക്കേഷനുകളാണ് ഇപ്പോൾ കെട്ടിക്കിടക്കുന്നത്. ഇതെല്ലാം തന്നെ പരിശോധിക്കണം. എന്തായാലും ഈ ഏപ്രിൽ മാസം മുഴുവനും ഇത്തരത്തിൽ കൂടുതൽ പരിശോധനകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഉത്തരവിലേക്ക് സിഇഒ പോയിരിക്കുകയാണ്. അതിനുശേഷം മാത്രമായിരിക്കും അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുകയുള്ളൂ എന്നുള്ളൊരു പ്രഖ്യാപനം കൂടി ഇപ്പോൾ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുമുണ്ട്. അതിൽ കൂടുതൽ പരിശോധനകൾ നടക്കുകയാണ്. ആദ്യഘട്ടത്തിൽ മനസ്സിലാകുന്നത് ഈ മരിച്ചവരുടെയും അതുപോലെ തന്നെ സ്ഥിരമായി മാറിപ്പോകുന്നവരുടെയും എല്ലാം തന്നെ പേരുകൾ കൃത്യമായി രേഖപ്പെടുത്തുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും വോട്ടർമാരുടെ സാന്നിധ്യമുള്ള ഇടത്ത് പോലും അവർ മരിച്ചുപോയെന്നും അതുപോലെ തന്നെ സ്ഥലം മാറി മറ്റിടത്തേക്ക് പോയി എന്നെല്ലാം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം തന്നെ കൃത്യമായ ഫീൽഡ് വെരിഫിക്കേഷന്റെ അഭാവമാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർശന നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ കർശനമായി പരിശോധന നടത്തി അന്തിമ പട്ടിക പുറത്തിറക്കിയാൽ മതി എന്നുള്ളൊരു ഉത്തരവാണ് ഇപ്പോൾ സിഇഒ പുറത്തിറക്കിയിരിക്കുന്നത് ഒഡീഷയിൽ. അർജുൻ തുടരുക. അതോടൊപ്പം തന്നെ ഈ മണിപ്പൂരിൽ ഒരു ഭൂചലനം ഉണ്ടായിട്ടുണ്ടെന്ന് പേർച്ചെ എന്ന വാർത്ത കൂടി ഉണ്ടല്ലോ, അതിന്റെ കൂടി വിശദാംശങ്ങൾ പറയൂ. ഇന്ന് പുലർച്ചെ 5:59 ഇത്തരത്തിൽ 5.2 തീവ്രതയുള്ള ഒരു ഭൂചലനം മണിപ്പൂരിലെ കാംജോങ്ങിൽ ഭൂതലത്തിൽ നിന്നും 62 കിലോമീറ്റർ താഴ്ചയിൽ ആഴത്തിൽ രേഖപ്പെടുത്തിയത് 5.2 പക്ഷെ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളോ മറ്റ് ആളപായങ്ങളോ ഇല്ല എന്നുള്ളതാണ് പ്രാഥമികമായി ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കൂടുതൽ പരിശോധനയും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ അവിടെ നടക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമേ ഇതിലൊരു കൃത്യമായിട്ടുള്ള കണക്കെടുപ്പ് എന്തായാലും ഉണ്ടാകാൻ സാധിക്കുള്ളൂ. വീടിനകത്ത് വലിയ തോതിലുള്ള ചലനങ്ങൾ അനുഭവപ്പെട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി ഓടി എന്നുള്ള കാര്യങ്ങളടക്കം നിലവിൽ റിപ്പോർട്ടുകളായി പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതുവരെയും ആളപായമോ മറ്റു നാശനഷ്ടങ്ങളോ മണിപ്പൂരിൽ സ്ഥിരീകരിച്ചിട്ടില്ല. അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. പ്രജിന് ഒരു വാർത്ത കൂടെ വരുന്നുണ്ട്. അമേരിക്ക പിരിച്ചെടുത്ത തീരുവ അത് അനധികൃതമാണെന്ന് US സുപ്രീം കോടതി പറഞ്ഞിരുന്നു. ആ തീരുവ ഇപ്പോൾ ഇമ്പോർട്ടേഴ്സിന് തിരിച്ചു കൊടുക്കാനുള്ള ഒരു തീരുമാനം വന്നിരിക്കുന്നു. അത് US കസ്റ്റംസ് ആൻഡ് ബോർഡ് ഓഫ് പ്രൊട്ടക്ഷൻ CBP ഒരു ഓൺലൈൻ പോർട്ടൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അർഹരായ ഇമ്പോർട്ടേഴ്സിന് ആ ഓൺലൈൻ പോർട്ടൽ വഴി ഈ തീരുവ ക്ലെയിം ചെയ്യുകയും അവർക്ക് ആ തീരുവ മടക്കി ലഭിക്കുകയും $160 ബില്യൺ ആണ് ഈ മട്ടിൽ തീരുവ എന്ന നിലയിൽ അമേരിക്ക തിരികെ കൊടുക്കാൻ പോകുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. കൂടുതൽ സർവീസുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു സൗദിയിലെ പുതിയ വിമാന കമ്പനിയായ റിയാദ് എയർ. സൗദിയിലെ പ്രധാന നഗരമായ ജിദ്ദ, യൂറോപ്പിലെ പ്രമുഖ നഗരങ്ങളായ മാഡ്രിഡ്, മാഞ്ചസ്റ്റർ എന്നിവിടങ്ങളിലേക്കാണ് പുതിയ സർവീസുകൾ. ലണ്ടൻ, കെയ്റോ, ദുബായ് എന്നീ നഗരങ്ങളിലേക്ക് സർവീസ് നടത്തുമെന്ന് നേരത്തെ കമ്പനി അറിയിച്ചിരുന്നു. സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് കീഴിൽ ആരംഭിച്ച റിയാദ് എയർ വരും വർഷങ്ങളിൽ ലോകത്തിലെ ഏറ്റവും മികച്ച വിമാന കമ്പനികളിൽ ഒന്നാകാനാണ് ലക്ഷ്യമിടുന്നത്. 2030 ആകുമ്പോഴേക്കും ലോകമെമ്പാടുമുള്ള 100-ലധികം നഗരങ്ങളിലേക്ക് റിയാദിൽ നിന്ന് നേരിട്ട് വിമാനങ്ങൾ പറക്കും. വാൽപ്പാറ അപകടത്തിൽ മരിച്ച പാങ് GLP സ്കൂൾ അധ്യാപകരെയും കുടുംബാംഗങ്ങളെയും അനുസ്മരിച്ച് ജിദ്ദയിലെ പാങ് കൂട്ടായ്മ. ചെയർമാൻ നൌഫൽ കോന്തോത്ത് അധ്യക്ഷത വഹിച്ച അനുശോചനം യോഗം ഉബൈദ് തങ്ങൾ മേലാറ്റൂർ ഉദ്ഘാടനം ചെയ്തു. ദാവൂദ് പാങ് അനുസ്മരണ പ്രഭാഷണം നടത്തി. AC മുജീബ്, ഇസ്മയിൽ മുണ്ടുപറമ്പ്, ഹക്കീം പാറക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. അപ്പോൾ ന്യൂസ് ബ്രേക്സിന് സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.